കൊല്ലത്ത് കുട്ടിയെ തട്ടിക്കൊണ്ടുപോയ കേസിലെ പ്രതിയായ അനുപമയുടെ യൂട്യൂബ് വരുമാനം കുത്തനെ ഇടിഞ്ഞതെങ്ങനെ? അനുപമയ്ക്ക് 3 ലക്ഷം രൂപ മുതൽ 5 ലക്ഷം രൂപ വരെ യൂട്യൂബിൽ നിന്ന് വരുമാനം ലഭിച്ചിരുന്നുവെന്ന ADGP MR അജിത് കുമാർ വാർത്താസമ്മേളനത്തിൽ പറഞ്ഞത് ഏറെ ചർച്ചയായിരുന്നു. ഇത്രയധികം വരുമാനം ലഭിച്ചിരുന്നിട്ടും 10 ലക്ഷം രൂപയ്ക്ക് വേണ്ടി കുട്ടിയെ തട്ടിയെടുത്തത് എന്തിനെന്ന ചോദ്യം വ്യാപകമായി ഉയർന്നു. ഹോളിവുഡ് താരങ്ങളെ അനുകരിക്കുന്ന വീഡിയോകളാണ് അനുപമ യൂട്യൂബിൽ പോസ്റ്റ് ചെയ്തിരുന്നത്. ഇതേ വീഡിയോകൾ ഇൻസ്റ്റാഗ്രാം റീലായും അനുപമ പങ്കുവച്ചിരുന്നു. ഇംഗ്ലീഷ് ഭാഷ ഒഴുക്കോടെ ഉപയോഗിക്കാനാകുന്ന അനുപമ വിദേശത്തെ ഫോളോവർമാർക്കിടയിൽ തരംഗമായി മാറി. പ്രത്യേകിച്ചും അമേരിക്കയിലും യൂറോപ്യൻ രാജ്യങ്ങളിലുമാണ് അനുപമയ്ക്ക് ഏറ്റവും അധികം ഫോളോവർമാർ ഉണ്ടായിരുന്നത്. അതുകൊണ്ടുതന്നെ പല വീഡിയോയ്ക്കും 10 ലക്ഷത്തിലേറെ വ്യൂസ് ലഭിച്ചു. അതുകൊണ്ടുതന്നെ അനുപമയ്ക്ക് ലഭിച്ചിരുന്ന വരുമാനത്തിലും വലിയ വർധന ഉണ്ടായിരുന്നതായാണ് അനുമാനം. പോലീസ് പരിശോധനയിൽ 3.8 ലക്ഷം രൂപ മുതൽ 5 ലക്ഷം രൂപ വരെ പ്രതിമാസം അനുപമയ്ക്ക് വരുമാനം ലഭിച്ചിരുന്നതായി വ്യക്തമായി. ഇക്കഴിഞ്ഞ ജൂൺ മാസം വരെ ഇത്തരത്തിൽ ഉയർന്ന വരുമാനം യൂട്യൂബിൽ നിന്നും അനുപമയ്ക്ക് ലഭിച്ചു. എന്നാൽ കൂടുതൽ വരുമാനം ലക്ഷ്യമിട്ട് യൂട്യൂബ് മാനദണ്ഡങ്ങളും പകർപ്പവകാശ ലംഘനങ്ങളും നടത്തി കൃത്രിമമായി വീഡിയോ നിർമ്മിക്കുന്ന അനുപമയുടെ കള്ളക്കളി ജൂലൈ മാസം യൂട്യൂബ് കയ്യോടെ പിടികൂടി. ഇതോടെ അനുപമയുടെ ചാനലിനുള്ള മോണിറ്റൈസേഷൻ യൂട്യൂബ് റദ്ദാക്കുകയും വരുമാനം തടയുകയും ചെയ്തു. മോണിറ്റൈസേഷൻ പുനഃസ്ഥാപിക്കുന്നതിനുള്ള അപേക്ഷ നൽകിയിരുന്നെങ്കിലും ഇത് യൂട്യൂബ് പരിഗണിച്ചിരുന്നില്ല. വീണ്ടും മോണിറ്റൈസേഷൻ ലഭിച്ച് വരുമാനം കിട്ടിത്തുടങ്ങാൻ കുറഞ്ഞത് 3 മാസം എടുക്കുമെന്ന കാര്യം അനുപമയ്ക്ക് ബോധ്യമായി. ഇതോടെ കുട്ടികളെ തട്ടിയെടുക്കാമെന്ന അമ്മയുടെയും അച്ഛൻ്റെയും പദ്ധതിയെ ആദ്യം എതിർത്ത അനുപമ പതുക്കെ മനസ്സുമാറ്റി. കഴിഞ്ഞ 1 മാസമായുള്ള ഗൂഢപദ്ധതികളിലേക്ക് അനുപമ കൂടി പങ്കാളിയാകുന്നത് അങ്ങനെയാണ്. അതിനിടെ സോഷ്യൽ മീഡിയയിൽ അനുപമ തരംഗമാകുന്നതാണ് കഴിഞ്ഞ ദിവസങ്ങളിൽ കാണാനാകുന്നത്. അനുപമയുടെ യൂട്യൂബ്, ഫേസ്ബുക്ക്, ഇൻസ്റ്റാഗ്രാം പേജുകളിൽ ഫോളോവർമാരുടെ എണ്ണം കൂടി. അനുപമയുടെ പേരിൽ കൂടുതൽ ഫേസ്ബുക്ക് പേജുകളും ഗ്രൂപ്പുകളും പുതിയതായി വന്നു. അനുപമ നേരത്തെ പങ്കുവച്ച വീഡിയോകൾ ഈ പേജുകളിലൂടെ വീണ്ടുമെത്തി. അനുപമ ജയിലിലായെങ്കിലും യൂട്യൂബ് ചാനലിൻ്റെ സബ്സ്ക്രൈബർമാരുടെ എണ്ണം ഗണ്യമായി വർദ്ധിച്ചു. അറസ്റ്റിലാകുന്ന ദിവസം 4.98 ലക്ഷം സബ്സ്ക്രൈബർമാരുണ്ടായിരുന്നതെങ്കിലും ഇന്നത് 5.27 ലക്ഷത്തിലേറെയായി. അറസ്റ്റിലായതിനു ശേഷം 1/4 ലക്ഷത്തിലേറെ പുതിയ സബ്സ്ക്രൈബർമാരെയാണ് അനുപമയ്ക്ക് ചാനലിൽ ലഭിച്ചത്.